ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവം നടന്നപ്പോൾ അതേ സമയത്ത് യുകെയിലും മകരവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി നടന്നിരിക്കുകയാണ്. 7 കടലുകൾ കടന്ന് ശബരിമലയുടെ മകരവിളക്ക് ഇപ്പോൾ യൂറോപ്പിലും പ്രകാശിച്ചിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പണ്ടൊക്കെ പറയുമായിരുന്ന ബ്രിട്ടനിലാണ് മകരജ്യോതി തെളിഞ്ഞു. പ്രതീകാത്മകമായിട്ടുള്ള മകരവിളക്കും മണ്ഡല മഹോത്സവവും എല്ലാം തന്നെ ബ്രിട്ടനിലും നടന്നിരിക്കുന്നത്. മലയാളികളടക്കം 100 കണക്കിന് അയ്യപ്പ ഭക്തരാണ് ബ്രിട്ടനിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ സംഗമിച്ചിരിക്കുന്നത്. ഭജന കീർത്തനങ്ങളും ശരണം വിളികളുമെല്ലാം അവിടെയും ഉണ്ടായിരുന്നു. വ്രതമെടുത്ത് 100 കണക്കിന് അയ്യപ്പ സ്വാമിമാരാണ് മകരവിളക്ക് മഹോത്സവത്തിനായി സംഗമിച്ചത്. കടലുകൾ കടന്ന് മകരവിളക്ക് പ്രകാശിക്കുകയാണ്. ലോകമെങ്ങും മകരവിളക്കിന്റെ പ്രകാശം പരത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മകരവിളക്ക് മഹോത്സവമാണ് നാം ഈ കാണുന്നത്. ഭക്തി നിർഭരമായ അന്തരീക്ഷമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. മാത്രമല്ല, ശബരിമലയുടേതുപോലെ തന്നെ പ്രതീകാത്മകമായ 18ാം പടിയും എല്ലാ പ്രത്യേകതകളുമായി തന്നെയാണ് ബ്രിട്ടനിലെ ശബരിമലയും ഒരുങ്ങിയിരിക്കുന്നത്. സ്വർണ്ണച്ചേർത്തിൽ കുളിച്ച അയ്യപ്പ വിഗ്രഹമടക്കം ഇവിടെ ഏതൊരു ഭക്തന്റെയും കൺകുളിർക്കുന്ന കാഴ്ചയാണ്. അയ്യപ്പസ്വാമിയുടെ പേരും അനുഗ്രഹങ്ങളും ഇപ്പോൾ ലോകമാകെ നിറയുന്നു. ബ്രിട്ടനിലെ ഹിന്ദു സമൂഹത്തിന്റെ ശക്തമായ കൂട്ടായ്മയാണ് ഈ അയ്യപ്പ ക്ഷേത്രം. ഇപ്പോൾ ക്ഷേത്രം വലിയ രീതിയിൽ വികസിപ്പിക്കുകയാണ്. വികസനം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബ്രിട്ടനിലെ ഭക്തർക്ക് ഇതൊരു യൂറോപ്പിലെ ശബരിമലയായി തന്നെ മാറും. മകരവിളക്ക് ദിവസമാണ് ഇവിടെ പ്രത്യേക പരിപാടികളും ചടങ്ങുകളുമൊക്കെ നടക്കുക. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമലയിൽ എത്താനാകില്ല. അതിനാൽ തന്നെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ആശ്വാസമായി മാറുന്നത്. വർഷങ്ങളായി ബ്രിട്ടനിൽ അയ്യപ്പ ക്ഷേത്രം പ്രവർത്തിക്കുന്നു. പൊങ്കാല മഹോത്സവം, പ്രധാന ഉത്സവ ദിനങ്ങൾ, അന്നദാനം എല്ലാം ഇവിടെ നടത്തപ്പെടുന്നു. അയ്യപ്പ പൂജയോട് അനുബന്ധിച്ച് ഗണപതി പൂജ, ഭജന അഭിഷേകം, വിളക്ക് പൂജ, പടിപൂജ, ദീപാരാധന, ഹരിവരാസനം എന്നിവയൊക്കെ തന്നെ നടത്തപ്പെട്ടിരിക്കുകയാണ്. കുമാരി നവ്യ മുകേഷിന്റെ കീബോർഡ് അരങ്ങേറ്റം ചടങ്ങുകൾക്ക് മികവേകി. ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ജാതിമത ഭേദമന്യേ ഒട്ടനവധി ഭക്തർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്. പ്രസാദ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ശ്രീജിത്ത് നായർ, വിനോദ് ചന്ദ്രൻ, ബിജു നായർ, ഹരികുമാർ, ഗോപകുമാർ, ചന്ദ്രൻ നായർ, ഷാജി, സുധീർ, ശ്യാം, ഉണ്ണി, രാകേഷ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. അതേസമയം അയ്യനെ കാണാൻ മലകേറിയെത്തിയ ഭക്തജനങ്ങൾക്ക് സായുജ്യമേകി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. തുടർന്ന് അയ്യന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടന്നു. 10,000കണക്കിന് അയ്യപ്പ ഭക്തരാണ് മകരവിളക്ക് ദർശനം ശബരിമലയിൽ നടത്തിയിരിക്കുന്നത്. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന് ദീപാരാധന നടത്തിയതിന് പിന്നാലെ 6:42 നട തുറന്നതിന് തൊട്ടു പിന്നാലെയാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞത്. വൈകിട്ട് 6:44ഓടെയായിരുന്നു മകരവിളക്ക് ദർശനം. ഒരേ മനസ്സോടെ ശരം വിളികളുമായി കാത്തിരുന്ന അയ്യപ്പ ഭക്തരാണ് ദർശന പുണ്യം നേടി ഇനി മലയിറങ്ങുക. മകരവിളക്കിന് മുന്നോടിയായി നേരത്തെ തന്നെ ശബരിമല സന്നിധാനവും വ്യൂ പോയിന്റുകളും തീർത്ഥാടകരാൽ നിറഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെ 2:30 മകരസംക്രമ പൂജയോടെയാണ് മകരവിളക്ക് ചടങ്ങുകൾ തുടങ്ങിയത്. വൈകിട്ട് 6:25ഓടെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തി. തുടർന്ന് 6:30ഓടെ തിരുവാഭരണ ഘോഷയാത്ര 18ാം പടി കയറിയിരുന്നു. തുടർന്നാണ് സന്നിധാനത്തെ ശ്രീകോവിലിൽ സർവ്വാഭരണ വിഭൂഷിതന അയ്യപ്പന് ദീപാരാധന നടന്നത്. ദീപാരാധനയ്ക്ക് പിന്നാലെ നട തുറന്നതിന് തൊട്ട് പിന്നാലെയാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും തെളിഞ്ഞത്. ഇതോടെ സന്നിധാനത്ത് ശരണം മന്ത്രങ്ങൾ ഉയർന്നു മുഴങ്ങുകയായിരുന്നു. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി പന്തളത്ത് നിന്നെത്തിയ ഘോഷയാത്ര വൈകിട്ട് 5:30ഓടെയാണ് ശരംകുത്തിയിലെത്തിയത്. അവിടെ നിന്നും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രതിനിധികൾ വാദ്യമേളങ്ങളോടെ അകമ്പടിയോടെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു. കൊടിമരച്ചൂട്ടിൽ വെച്ച് ഘോഷയാത്രയെ സ്വീകരിച്ചു. സോപാനത്തിൽ വെച്ച് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങിയ തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തി. അതിനു പിന്നാലെയാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് ദർശിക്കാനായത്. പുൽമേട്ടിലും 10,000ങ്ങളാണ് മകരവിളക്ക് ദർശിക്കാനായി എത്തിയിരുന്നത്. ശബരിമലയിലെ വ്യൂ പോയിന്റുകളെല്ലാം തീർത്ഥാടകരാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. പോലീസ് ഭക്തർക്ക് വലിയ സുരക്ഷ തന്നെ ഒരുക്കിയിരുന്നു. ശരണം വിളികളാൽ മുഖരിതമായ ഭക്തിയുടെ നിറവിലാണ് സന്നിധാനം. പർണശാലകളിലിരുന്ന ശരണം വിളികളോടെയാണ് അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശിച്ചത്. പമ്പയിലും സമീപ പ്രദേശങ്ങളിലുമായി 5000 പോലീസുകാരാണ് സുരക്ഷ ഒരുക്കിയതും. ഇന്നുച്ചയ്ക്ക് 12 മണിവരെ മാത്രമായിരുന്നു തീർത്ഥാടകരെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. തിരുവാഭരണ ഘോഷയാത്ര പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പിന്നാലെ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മകരവിളക്ക് ദിവസം 2 ലക്ഷത്തോളം ഭക്തരാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. ഭക്തർക്ക് സുഗമമായ മകരജ്യോതി ദർശനത്തിന് വിപുലമായ ഒരുക്കമാണ് നടത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.